ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞ് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ചോദിച്ചിരുന്ന സംശയം, അദ്ദേഹം പുതിയൊരു യൂട്യൂബറാണ്. അപ്പോൾ അദ്ദേഹം ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മാത്രമല്ല ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് ചാനൽ മോണിറ്റേഷനായി നമ്മുടെ കൈകളിൽ ഏണിങ്സ് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഓർഡറായിട്ടൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ പുതിയ യൂട്യൂബർക്ക് ഒരു കൺഫ്യൂഷനുള്ള കാര്യങ്ങളാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോക്ക് സെർച്ച് ചെയ്യുമ്പോൾ കുറേ ID വെരിഫിക്കേഷൻ കേൾക്കുന്നുണ്ട്, പിൻ വെരിഫിക്കേഷൻ കേൾക്കുന്നുണ്ട്, മോണിറ്റേഷൻ ക്രൈറ്റീരിയ കേൾക്കുന്നുണ്ട്, പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് കേൾക്കുന്നുണ്ട്, ടാക്സ് ഇൻഫർമേഷൻ പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെയൊക്കെ സമയങ്ങൾ എന്താണ്, നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ആ കാര്യങ്ങൾ എപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഞങ്ങൾ അറിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ യൂട്യൂബർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് ഒട്ടുമിക്ക യൂട്യൂബർക്കും ഒരു കൺഫ്യൂഷനാണ് ഇങ്ങനെ എന്തെല്ലാം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ യൂട്യൂബർക്ക് ഒരു വളരെ ഉപകാരപ്രദമാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു ചാനൽ ചെയ്ത് കഴിഞ്ഞ് മോണിറ്റേഷൻ കഴിഞ്ഞ് അതിൽ ഏണിങ്സ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള ഇതുപോലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ആ ഒരു വിഷയങ്ങളായിരിക്കും നമ്മൾ അടുത്ത കണ്ടൻ്റായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഇമെയിൽ ID ഉള്ള ആർക്കും ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ്, ഒരു സിസ്റ്റം വേണം എന്നുള്ളതില്ല, ഒരു മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അത് വെരിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് വീഡിയോസും തമ്പനെയിലൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പുതിയ യൂട്യൂബർ ചാനൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, വീഡിയോ അപ്ലോഡ് കഴിഞ്ഞു എങ്കിൽ റെഗുലറായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസ് കൂടും, സബ്സ്ക്രൈബേഴ്സും കൂടും. അങ്ങനെ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മോണിറ്റേഷനുള്ള അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ആയി കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൽ പരസ്യങ്ങൾ വരികയുള്ളൂ. അപ്പോൾ ആ പരസ്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പലർക്കും ഉള്ള സംശയമാണ്, ഒരു വർഷത്തിനുള്ളിൽ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും വേണം. അപ്പോൾ 2021 ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ 2022 ആകുമ്പോഴത്തേക്കും അത്രയും വേണം. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ പിന്നെങ്കിൽ അത് ഒന്നേന്ന് തുടങ്ങേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും നോക്കുന്നുണ്ട്. എന്നാൽ തെറ്റായ രീതിയിലാണ് പലരും മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, അപ്പോൾ നമ്മൾ 2026 ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ 2027 ആകുമ്പോഴത്തേക്കും അത്രയും വേണം. അല്ലെ അങ്ങനെ ആയിട്ടില്ല എങ്കിൽ പിന്നീട് ഒന്നേന്ന് പറഞ്ഞു തുടങ്ങുക എന്നുള്ളത്, അങ്ങനെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ് അളക്കുന്നത്? ഇതൊരു തെറ്റായ രീതിയിലാണ് പലരും മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണത്തിന് 2026 തുടങ്ങി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2027 ആകുമ്പോഴത്തേക്കും ഡിസംബർ 31 വരെയുള്ള 4000 വാച്ച് അവർ ഉണ്ടായാൽ മതി. അപ്പോൾ ഒരു 2026 ഡിസംബറിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2027 ഫെബ്രുവരിയിലാണ് ആവുന്നതെങ്കിൽ അതിൻ്റെ ഒരു പിറകിലേക്ക് 12 മാസത്തേക്ക് ആയിക്കഴിഞ്ഞാൽ മതി. അപ്പം ജനുവരിയിൽ 2026 തുടങ്ങി 2026 കട്ട് ചെയ്ത് പിറകിലേട്ടുള്ള 12 മാസത്തിനുള്ളിൽ 4000 വാച്ച് അവർ 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടായി കഴിഞ്ഞാൽ മതി. പലരും ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു വർഷത്തിനുള്ളിൽ ആയിക്കഴിഞ്ഞാൽ മോണിറ്റേഷൻ ആകില്ല എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല കണക്കാക്കുന്നത്. പിറകിലേക്ക് 365 ദിവസത്തിനുള്ളിൽ 4000 മണിക്കൂറും 1000 വാച്ച് അവർ ആയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മോണിറ്റേഷൻ അപ്ലൈ ചെയ്യാൻ സമയം ആയോ എന്നുള്ളത് അറിയാൻ വേണ്ടി വീഡിയോ ചെക്ക് ചെയ്യണം. OT സ്റ്റുഡിയോ ചെക്ക് എടുത്ത് മോണിറ്റേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സായി, എത്ര വാച്ച് അവർ ആയി എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ തന്നെ OT സ്റ്റുഡിയോ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 സൂചി അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ രണ്ടും ആ ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ നൗ എന്നൊരു ഭാഗം അവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് മോണിറ്റേഷന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ വീഡിയോ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ക്രൈറ്റീരിയ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ മോണിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് യൂട്യൂബുമായിട്ട് നിങ്ങളൊരു എഗ്രിമെൻറ്റ് ഏർപ്പെടാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ
യൂട്യൂബിൽ പരസ്യം നൽകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാ റൂൾസും അതിൻ്റെ റെഗുലേഷനും നമ്മൾ അനുസരിച്ചിട്ടുണ്ടാകണം. മറ്റൊരാളുടെ കണ്ടന്റ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റേഷൻ കിട്ടത്തില്ല. നമ്മുടേതായ കണ്ടന്റ് ഉപയോഗിച്ച് മാത്രമേ വീഡിയോ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ 4000 വാച്ച് അവർ 1000 സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാൽ അവിടെ അപ്ലൈ നൗ എന്നൊരു ഭാഗം കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മോണിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പരസ്യങ്ങൾ തരുന്നത് ഡയറക്റ്റ് യൂട്യൂബിൽ നിന്നാണ്. ആഡ്സെൻസ് ഉപയോഗിച്ചാണ് നിങ്ങൾക്കിത് തരുന്നത്. മാത്രമല്ല ഈ യൂട്യൂബിൽ നിന്നും നമുക്കുള്ള ഏണിങ്സ് ആഡ്സെൻസിൽ നിന്ന് നേരിലോട്ട് മാറ്റുക. ആഡ്സെൻസിൽ നിന്നാണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു ആഡ്സെൻസ് അക്കൗണ്ടുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഡ്സെൻസ് അക്കൗണ്ട് സെപ്പറേറ്റ് ഇതിനായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിനാകെ വേണ്ടത് ID പ്രൂഫ് നമുക്ക് വേണം. ഇപ്പോൾ ഒരു ടാക്സ് ഇൻഫർമേഷൻ സെപ്പറേറ്റ് ചെയ്യേണ്ടുള്ളൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പാൻ കാർഡ് നിർബന്ധമായിട്ടുള്ള ഒരു യൂട്യൂബിൽ മോണിറ്റേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു പാൻ കാർഡ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങളൊരു മൈനർ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 18 വയസ്സായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ പേരിൽ നിങ്ങൾക്ക് മോണിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് പാൻ കാർഡ് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും പേരിൽ ആഡ്സെൻസിലൂടെ മോണിറ്റേഷനിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ മോണിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു 3 ഓപ്ഷൻ അവിടെ ഉണ്ടാകും. 3 സ്റ്റെപ്പുകളാണ് ഉണ്ടായിരിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് യൂട്യൂബിൻ്റെ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെയായിട്ടുള്ള ഡീറ്റെയിലുള്ള വീഡിയോ ഞാൻ അടുത്തെന്തായാലും ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലായിട്ടത് കണക്റ്റ് ആവുന്നതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ആരുടെ പേരിലാണ് തുടങ്ങുന്നത് ആ ആളുടെ പേരിൽ തന്നെ ആഡ്സെൻസ് അക്കൗണ്ട് മെയിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രസിങ് എന്നത് അവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഏരിയയൊക്കെ ഓക്കെ ആണെങ്കിൽ ആഡ്സെൻസ് അക്കൗണ്ട് അപ്രൂവൽ ആവും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂട്യൂബ് നമുക്ക് ചാനൽ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള മാനുവലായിട്ട് ചെക്ക് ചെയ്ത് അവരിരുന്ന് നോക്കും. നമുക്ക് എങ്ങനെയാണ് വ്യൂസ് വന്നിട്ടുള്ളത്, സബ്സ്ക്രൈബ് വന്നിട്ടുള്ളത്, ജെന്യുവലായിട്ടുള്ള വീഡിയോസ് സബ്സ്ക്രൈബേഴ്സ് ആണോ, മാത്രമല്ല നമ്മളൊരു വേറെ കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർ മൊത്തത്തിലുള്ള ഒരു കാര്യം അവർ ശ്രദ്ധിച്ചിട്ട് നമുക്ക് മോണിറ്റേഷന് ഓക്കെ ആണെങ്കിൽ നമുക്ക് മോണിറ്റേഷൻ അവർ അപ്രൂവൽ ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് ഏകദേശം 1-2 ദിവസം എടുക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങളെടുക്കും. എന്തായാലും അവർ റിവ്യൂ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കാണാം. ഈ കൺഗ്രാറ്റുലേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മോണിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ മെയിലിൽ അത് വന്നിട്ടുണ്ടായിരിക്കും. മുകളിൽ ഈ പറയുന്നത് പോലെ തന്നെ ഈ കോൾ വീഡിയോസ് എന്ന് പറഞ്ഞ് മുകളിൽ അതിൽ കാണാൻ പറ്റും. മോണിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ചാനൽ മോണിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞ് പരസ്യങ്ങൾ വരാൻ മാക്സിമം ഒരു 24 hours ഒക്കെ എടുക്കും. അപ്പോൾ അത് മോണിറ്റേഷൻ എല്ലാ വീഡിയോസിലും ഓണാക്കി ആഡ്സെൻസ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ പരസ്യങ്ങൾ വന്നു തുടങ്ങും. പിന്നെ ഓരോ ദിവസം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഏണിങ്സ് വന്നു തുടങ്ങും. അപ്പോൾ യൂട്യൂബ് വോയിസ് ടു സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഓരോ ദിവസത്തെ ഏണിങ്സ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഏണിങ്സ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നമ്മൾ നന്നായിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങുക. നമുക്കൊരു സംശയമാണ്, ഈ $1 ആഡ്സെൻസിൽ വന്നിട്ടുണ്ടായിരിക്കുക. ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ 0 ആണ് കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആഡ്സെൻസിലേക്ക് $1 വരണം എന്നുണ്ടെങ്കിൽ ഓരോ മാസവും, അപ്പോൾ ഈ ഒരു മാസം ഏണിങ്സ് ആഡ്സെൻസിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അടുത്ത മാസം 10-ാം തീയതിയാണ് യൂട്യൂബ് അത് ആഡ്സെൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മാസത്തെ ഏണിങ്സ് അടുത്ത മാസം 10-ാം തീയതിയാണ് ഗൂഗിൾ അത് യൂട്യൂബ് ആഡ്സെൻസിലേക്ക് മാറ്റുക. അങ്ങനെ ആഡ്സെൻസിലേക്ക് മാറ്റുമ്പോൾ $10 ആയി കഴിഞ്ഞാൽ നമുക്ക് ആഡ്സെൻസ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ തരും. അതിൽ റെഡ് കളറിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മെയിലോ വരും, ID വെരിഫിക്കേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് വരും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരുടെ പേരിലാണോ നമ്മൾ ആഡ്സെൻസ് തുടങ്ങിയിട്ടുള്ളത്, 18 വയസ്സായ ഒരാളുടെ പേരിലാണ് തുടങ്ങുന്നത്, പാൻ കാർഡ് വെച്ചാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ പാൻ കാർഡിൻ്റെ ഒരു പേര് വെച്ചായിരിക്കും അതിൽ ആഡ്സെൻസ് അക്കൗണ്ട് തുടങ്ങുക. ഈ ID വെച്ചിട്ടായിരിക്കും ID വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. ആ പാൻ കാർഡ് വെച്ചിട്ട് മാത്രമാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. ഇവിടെയാണ് വെരിഫിക്കേഷൻ എന്നുള്ള സംഭവം ഇവിടെ വരുന്നത്.
$10 എന്ന് ആഡ്സെൻസിൽ വന്നാൽ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലത് ആ $10 ആവണതിന് മുമ്പേ അവർ ID വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മുടെ പാൻ കാർഡിൽ പാസ്പോർട്ട് കൊടുക്കാവുന്നതാണ്, നമുക്ക് ലൈസൻസ് വെച്ച് കൊടുക്കാവുന്നതാണ്, വോട്ടർ ID വെച്ച് കൊടുക്കാവുന്നതാണ്. ആധാർ കാർഡ് മാത്രം അതിൽ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ നീറ്റായിട്ട് വേണം നമ്മളത് അയക്കാനുള്ളത്. സ്കാൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. 4 കോർണറും കറക്റ്റായിട്ട് വരുന്നതും അവർ സൂം ചെയ്യുമ്പോൾ നല്ല കറക്റ്റായി വരുന്ന രീതിയിൽ തന്നെ നമ്മൾ പിറകുവശവും ഫ്രണ്ട് വശവും ഇതിൽ കൊടുക്കണം. പാൻ കാർഡൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് മാത്രം മതി. ഇപ്പോൾ ഒരു യൂട്യൂബറിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് ഇൻഫർമേഷൻ അപ്ലൈ കൊടുക്കുക. പാൻ കാർഡ് അതിൽ നിർബന്ധമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും പാൻ കാർഡ് വെച്ചിട്ട് മാത്രമാണ് വെരിഫിക്കേഷൻ കൊടുക്കുക. ആ ID ഒരു നെയിം തന്നെയായിരിക്കണം ടാക്സ് ഇൻഫർമേഷനിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ ID വെരിഫിക്കേഷൻ ചെയ്യാൻ പോകുമ്പോൾ പാൻ കാർഡ് സ്കാൻ ചെയ്ത് വെക്കുന്നു. അവിടെ ID വെരിഫിക്കേഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരും അഡ്രസ്സും ചോദിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതുപോലെ ID വെരിഫിക്കേഷന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ID പ്രൂഫ് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ അപ്ലിക്കേഷൻ പോകുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആഡ്സെൻസിൽ ID വെരിഫിക്കേഷൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ചെയ്യാനുണ്ട്. ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് US-ൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് പല രാജ്യങ്ങളിൽ നിന്നാണ് ഏണിങ്സ് കിട്ടുന്നത്. US-ൽ നിന്ന് കിട്ടുന്ന ഏണിങ്സിന് മാത്രമേ യൂട്യൂബ് ടാക്സ് ഈടാക്കുന്നുണ്ട്. ടോട്ടൽ ഒരു $100 കിട്ടുന്നുണ്ടെങ്കിൽ US-ൽ നിന്ന് കുറച്ച് ഡോളറാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു $1 ടാക്സ് അടയ്ക്കേണ്ടി വരും. അത് ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തം ഏണിങ്സിൽ നിന്നും നമുക്ക് 20% അതിൽ നിന്ന് കട്ടാവും. ആഡ്സെൻസിൽ നിന്നും ID വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുള്ള കാര്യം ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പാൻ കാർഡിൽ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന പ്രൂഫ് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ആഡ്സെൻസിലും നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. ആഡ്സെൻസ് ID വെരിഫിക്കേഷൻ 3 തവണ ഫെയിലായി കഴിഞ്ഞാൽ നമ്മുടെ ആഡ്സെൻസ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിൽ പരസ്യം കാണിക്കത്തില്ല. നമ്മുടെ ആദ്യത്തെ ചാൻസ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റായി തന്നെ കൊടുത്ത് കെയർഫുള്ളായി തന്നെ കൊടുത്ത് ചെയ്യണം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും അടുത്ത് ചെയ്യും. അപ്പോൾ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ID വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ വരുമ്പോൾ സക്സസ് ആയി എന്ന് പറഞ്ഞൊരു മെയിൽ വരും, അല്ലെങ്കിൽ ഫെയിലായി എന്ന് പറഞ്ഞൊരു മെയിൽ അവിടെ വരും. അപ്പോൾ എന്താണ് സക്സസ് ആയി കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അതിലേക്ക് ഒരു പിൻ നമ്പർ അയച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ചാനൽ തുടങ്ങി മോണിറ്റേഷൻ അപ്ലൈ ചെയ്തപ്പോൾ $10 ആയപ്പോൾ നമുക്ക് ID വെരിഫിക്കേഷൻ്റെ പ്രോസസ്സിങ് വന്നു. പിന്നെ ID വെരിഫിക്കേഷൻ സക്സസ് ആയി ചെയ്തപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പാണ്, നമ്മൾ കൊടുത്ത ID പ്രൂഫിൻ്റെ അഡ്രസ്സിലേക്ക് അവരൊരു പിൻ നമ്പർ അയക്കും. ആ പിൻ നമ്പർ ലെറ്റർ പോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക് വരും. ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞ് 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഈ ലെറ്റർ നമുക്ക് ആ പോസ്റ്റിലേക്ക് വരും. നമുക്കത് പോസ്റ്റ്മാൻ നമ്മുടെ കയ്യിലെത്തിക്കും. ആഡ്സെൻസ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ താഴേക്ക് കാണും. ഈ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് ഇടണം. ഈ ലെറ്റർ പൊട്ടിച്ച് നേരെ അവിടെ ഈ നമ്പർ അവിടെ എൻ്റർ ചെയ്യണം. അതോടുകൂടി പിൻ നമ്പർ സക്സസ് ആവും. ഇനി ഇൻ കേസ് അത് നിങ്ങൾക്ക് നമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ റീസെൻഡ് 4 തവണ ഇത് റീസെൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ അതിലുണ്ട്. അങ്ങനെ നമുക്ക് പോസ്റ്റ് വഴി കിട്ടിയിട്ടില്ല എങ്കിൽ ഇമെയിൽ വഴിയും വെരിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ നമ്പർ ID വെരിഫിക്കേഷൻ കഴിഞ്ഞു. പിന്നെ പിൻ വെരിഫിക്കേഷനാണ് ചെയ്തത്. പിൻ വെരിഫിക്കേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു പുതിയൊരു അപ്ഡേഷനാണ്. US-ൽ നിന്ന് കിട്ടുന്ന ഏണിങ്സിൽ നിശ്ചിത ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് കട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഈ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ആ ഡോളർ കട്ടാവും. അപ്പം US-ൽ നിന്ന് മാത്രമാണ് ഇത് കട്ടാവുകയുള്ളൂ. അതിനോട് കുറിച്ചുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ID വെരിഫിക്കേഷൻ കഴിഞ്ഞു, പിന്നെ പിൻ വെരിഫിക്കേഷൻ കഴിഞ്ഞു, ടാക്സ് ഇൻഫർമേഷൻ കഴിഞ്ഞു. ഇനി ഓരോ മാസവും അവരിങ്ങനെ നമ്മളുടെ യൂട്യൂബിൻ്റെ ഏണിങ്സ് ആഡ്സെൻസിലൂടെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ
ഓരോ മാസം 10-ാം തീയതി എപ്പോഴാണോ ആഡ്സെൻസിലൂടെ $100 ആവുക, ആ ഒരു സമയത്താണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുന്നത്. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അക്കൗണ്ട് നമ്പർ അവിടെ നേരത്തെ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത്. പിന്നെ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ ചോദിക്കുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് അവിടെ ആഡ് ചെയ്യാൻ പറയും. അതായത് $100 നമുക്ക് ആഡ്സെൻസിൽ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അവിടെ നമുക്കൊരു ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ടിലെ നെയിം, ISFI കോഡ് ഇതൊക്കെ നമ്മളവിടെ അടിച്ചു കൊടുക്കണം. അക്കൗണ്ട് നമ്പറൊക്കെ അടിച്ചെടുക്കുന്നതിൽ കൂടെ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കുന്നത് ഷിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞൊരു കോഡ് അടിച്ചു കൊടുക്കണം. പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്ന നമ്മളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് നമ്മൾ ഈ ഒരു പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ആഡ്സെൻസിലൂടെ എപ്പോഴാണ് $100 ആകുന്നത് അപ്പോഴേക്കും നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അവർ ട്രാൻസ്ഫർ ചെയ്യും. അതിന് പോലെ ഒരു മെയിൽ അവർ അയച്ചിട്ടുണ്ടായിരിക്കും. 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് കയറുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ തിരിച്ചവർ നമ്മൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുകയും ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫണ്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. നമ്മൾ ചാനൽ തുടങ്ങുന്നു, നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ചെയ്ത് 4000 വാച്ച് അവർ 1000 സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. മോണിറ്റേഷൻ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ട് എടുക്കുന്നു, അതിലുമായിട്ട് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്തു. പിന്നെ അത് $10 ആയിക്കഴിഞ്ഞാൽ ID വെരിഫിക്കേഷൻ ചെയ്യുന്നു. ID വെരിഫിക്കേഷൻ സക്സസ് ആയിക്കഴിഞ്ഞാൽ അതിലോട്ട് പിൻ നമ്പർ അയക്കുന്നു. ആ പിൻ നമ്പർ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് $100 ആകുന്നതിന് മുമ്പേ ഒരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. $100 ആയിക്കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനാണ് സാധാരണയായിട്ട് ഇതിലുള്ള പ്രോസസ്സിങ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി സംഭവിച്ചുകൊണ്ടിരുന്നാൽ ഒരു പ്രാവശ്യം നമുക്ക് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത $100 എപ്പോഴും ആകുന്നത് അപ്പോഴാണ് നമുക്ക് അടുത്ത ക്യാഷ് കിട്ടുക. സാധാരണ 25 ഡീറ്റെയിൽസിനൊക്കെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാറൊക്കെ ഉണ്ട്. ഈ ഒരു രീതിയാണ് യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ ധാരാളം സംശയങ്ങൾ നമുക്കുണ്ടാകും. ജസ്റ്റ് ഒരു പ്രോസസ്സിങ് പറഞ്ഞു തന്നതേ ഉള്ളൂ. ഇത് എപ്പോഴാണ് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഇതിനെ പറ്റിയിട്ടൊക്കെ തന്നെ നമ്മൾ യൂട്യൂബ് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു കമൻറ്റ് ഉണ്ടെങ്കിൽ ഇതിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോയുമായിട്ട് പിന്നെയും കാണാം.